Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല. Ram, Hare Hare. ഹരേഷ് പ്രഭു സൗണ്ട് കുറവാണ്. കേൾക്കുന്നില്ല പ്രഭു. ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, രാം രാം കേൾക്കുന്നുണ്ട്. ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരിനാമ സങ്കീർത്തന. ഹരേഷ് പ്രഭു സൗണ്ട് കുറവാ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ശ്രീ പ്രഭുപാദി ജയ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ കേൾക്കാം. അപ്പൊ ഇന്ന് 16-ാമത്തെ പേജില് ശ്രീല പ്രഭുപാദരുടെ പ്രാധാന്യം, അത് ആരെങ്കിലും വായിക്കാവോ? പേജ് 16. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഞാൻ വായിച്ചാലോ? വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീല പ്രഭുപാദരുടെ പ്രാധാന്യം. ലോകത്തിന് വൈദിക വിജ്ഞാനത്തിന് പ്രമുഖമായ സംഭാവനകൾ നൽകിയിട്ടുള്ള അഥവാ വൈദിക വിജ്ഞാനം ലോകമെമ്പാടും പ്രചരിപ്പിച്ച ആത്മീയ ഗുരുക്കന്മാരെ സംബോധന ചെയ്യുവാനായി പ്രഭുപാദ എന്ന് ബഹുമാന്യമായ നാമം ഉപയോഗിക്കുന്നു. ശ്രീലരൂപ ഗോസ്വാമി പ്രഭുപാദ, ശ്രീലജീവ ഗോസ്വാമി പ്രഭുപാദ, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദ എന്നീ നാമധേയങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. ഇസ്കോൺ അംഗങ്ങൾ ശ്രീല പ്രഭുപാദർ എന്നു പറയുന്നത് ശ്രീമദ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരെയാണ്. ലോകത്തിന്റെ ധാർമ്മിക ചരിത്രത്തിൽ അതുല്യമായ ഒരു സ്ഥാനം കരസ്ഥമാക്കിയതിനാൽ ശ്രീല പ്രഭുപാദർ എന്ന സ്ഥാനം അദ്ദേഹത്തിന് ഏറ്റവും യോജിച്ചതാണ്. ഈശ്വരഭക്തിയില്ലാത്ത വഴിതെറ്റിക്കപ്പെട്ട മാനവ സമുദായത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭാഗവതം എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ 1:5-11 വ്യാസദേവൻ പ്രസ്താവിക്കുന്നു. വ്യാസദേവന്റെ ഈ പ്രസ്താവന ശ്രീമദ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരെയാണ് കുറിക്കുന്നതെന്ന് വൈഷ്ണവ പണ്ഡിതന്മാർ അറിഞ്ഞിരുന്നു. ശ്രീലവ്യാസദേവൻ ഭാഗവതം രചിച്ച് 5000 വർഷങ്ങൾക്ക് ശേഷം ശ്രീലപ്രഭുപാദർ അതിന് ഭക്തിവേദാന്ത ഭാഷ്യം എഴുതുകയുണ്ടായി. ഭൗതികതയുടെ അന്ധകാരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാശിയെ വിപ്ലവാത്മകമായി ആധ്യാത്മികവൽക്കരിക്കാൻ ഈ ഭാഷ്യം അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു സംഭാവനയായിരുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ പ്രഭുപാദിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പ്രഭുപാദ് വന്നിട്ട് എന്താ പറയാ, പ്രഭുപാദ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ആക്ച്വലി അഭയ് ചരണാരവിന്ദ എന്നാണ് പേര്. അഭയ് ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്.
അപ്പൊ ഇപ്പൊ എവിടെ പോയാലും പ്രഭുപാദ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം അത് ഭക്തിവേദാന്ത സ്വാമിയാണ് പറയുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഈ പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് സാധാരണ പ്രഭുവിന്റെ പാദത്തിനെ പിന്തുടരുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പ്രഭു ആരാണ് എന്ന് പറഞ്ഞാൽ മഹാപ്രഭു, ഭഗവാനാണ് പ്രഭു, മഹാപ്രഭു. ആ പ്രഭുവിന്റെ പാദത്തിനെ പിന്തുടരുന്ന വ്യക്തിയാണ് പ്രഭുപാദ് എന്ന് പറയുക. അപ്പൊ സാധാരണഗതിയിൽ ഗോസ്വാമിമാരെ ഇങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. അതായത് രൂപ ഗോസ്വാമി പ്രഭുപാദ എന്ന് പറയും, അല്ലെങ്കിൽ ജീവ ഗോസ്വാമി പ്രഭുപാദ എന്ന് പറയും, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദ എന്ന് പറയും. അപ്പോ ഫൈനലി വൈഷ്ണവ സമ്പ്രദായത്തിൽ അറിയപ്പെടുന്ന പ്രഭുപാദ് എന്ന് അറിഞ്ഞാൽ അത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ആയിരുന്നു. അപ്പോൾ പ്രഭുപാദിനെ ആ സമയത്ത് ആരും പ്രഭുപാദ് എന്ന് വിളിക്കാറില്ലായിരുന്നു. പക്ഷെ പ്രഭുപാദ് ഫോറിനിൽ പോയതിനു ശേഷം അവിടെയുള്ള ശിഷ്യന്മാർക്ക് പ്രഭുപാദിനെ വിളിക്കണം. എങ്ങനെ വിളിക്കും? അവർ അതുവരെ സ്വാമിജി സ്വാമിജി എന്ന് വിളിച്ചു. അപ്പോ അത് പ്രഭുപാദിനും അത്ര ഇഷ്ടപ്പെട്ടില്ല. സ്വാമിജി എന്ന് പറയുന്ന വിളി അത്ര സുഖമുള്ളതല്ല. അതൊരു എന്താ ഒരു ചീപ്പായിട്ട്, കാരണം സ്വാമി എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ദ്രിയത്തിനെ നിയന്ത്രിച്ചവൻ എന്നാണ്. പക്ഷെ പ്രഭുപാദ് 100% ഇന്ദ്രിയം നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് പ്രഭുപാദിന് ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും പ്രഭുപാദ് വിചാരിക്കുന്ന ആ പേരിന് ഞാൻ യോഗ്യത ഇല്ലാതെ എന്നുള്ള. അപ്പോ ഞാൻ പക്ഷെ എന്താ ചെയ്യുന്നു? ആചാര്യന്മാരുടെ പാദം പിന്തുടരുന്നുണ്ട്, ഭഗവാന്റെ പാദം പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് പ്രഭുപാദ് എന്നുള്ള പേര് കറക്റ്റാണ് എന്ന് പ്രഭുപാദിനും ഉണ്ടായിരുന്നു. അപ്പൊ ശിഷ്യന്മാർക്ക് ഇങ്ങനെ എന്ത് വിളിക്കണം എന്നൊന്നും അറിയില്ല. ഗോവിന്ദ മാതാജി എന്ന് പറയുന്ന മാതാജി പറഞ്ഞു, സ്വാമിജി എന്ന് വിളിക്കുന്നത് അത്ര ഒരു സുഖമുള്ളതല്ല. അപ്പൊ അതിനേക്കാളും പ്രഭുപാദ് എന്ന് വിളിച്ചോട്ടെ എന്ന് അവര് ചോദിക്കും ഇങ്ങോട്ട്. കാരണം അവർ ഭക്തി സിദ്ധാന്ത മഹാരാജ് പ്രഭുപാദ് എന്ന് കേട്ടിട്ടുണ്ട്, രൂപഗോസ്വാമി പ്രഭുപാദ്. അപ്പൊ പ്രഭുപാദ് ചിരിച്ചിട്ട് പറയും, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് വിളിച്ചോളൂ. അങ്ങനെ പ്രഭുപാദ് എന്നുള്ള ഫേമസ് ആയി, എല്ലാവരും പ്രഭുപാദ് എന്ന് വിളിച്ചു തുടങ്ങി. പക്ഷെ അതേ സമയത്ത് ഗൗഡിയ മഠത്തില് കംപ്ലൈന്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ പ്രഭുപാദ് എന്ന് പറഞ്ഞാൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ആ ടൈറ്റിൽ എടുക്കാൻ പാടില്ല. പക്ഷെ പ്രഭുപാദ് അതിനെ മൈൻഡ് ചെയ്തില്ല അവർ പറയുന്നത്. കാരണം അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദത്തിനെ പിന്തുടരുന്ന വ്യക്തി എന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും പ്രഭു പ്രഭു എന്ന് വിളിക്കും. പ്രഭു എന്ന് വിളിയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യജമാനൻ എന്നാണ്. നമ്മുടെ പ്രഭു ആരാണ്? ഭഗവാൻ. അപ്പൊ അതേപോലെ എന്തുകൊണ്ടാ ഒരു ഭക്തൻ ഇനിയൊരു ഭക്തനെ പ്രഭു എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നേക്കാളും അദ്ദേഹത്തിന് ആധ്യാത്മിക തലത്തില് ആ ജ്ഞാനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആധ്യാത്മികമായിട്ട് എന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ തുല്യനല്ല, അതുകൊണ്ട് എൻ്റെ പ്രഭുവാണ് എന്നുള്ള രീതിക്കാണ് നമ്മൾ പ്രഭു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെയും പ്രഭുപാദ്, അന്നു മുതൽ എല്ലാവരും പ്രഭുപാദ് എന്ന് വിളിച്ചു തുടങ്ങി. അപ്പോ ഇസ്കോണിൽ തന്നെ ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രഭുപാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് ഭക്തിവേദാന്ത സ്വാമിയാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല പ്രഭുപാദ് എന്താ ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് ഒരു നന്മയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷ്ണാവബോധം എല്ലാവരിലും എത്തിച്ചു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു 1:5-11 ഒരു ശ്ലോകത്തിന്റെ അതിൽ പറയുന്നുണ്ട്. ആ ശ്ലോകം എന്താ? സദ്വാക വിസർഗോ ജനതായ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്വതി അഭി നാമാനി അനന്തസ്യ യശോങ്കിതാനിയത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ എന്ന് പറയുന്നത്. അപ്പൊ ആ ശ്ലോകത്തിൽ പറയുന്നത് ഈ ലിറ്ററേച്ചർ, അതായത് ഈ ശ്രീമദ് ഭാഗവതം വളരെ മഹത്തായ കാര്യമാണ്. അതിൽ ഭഗവാന്റെ നാമം, ഗുണം, ലീലകളെ കുറിച്ചെല്ലാം വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയുക വെച്ചാല് ഇതിന് ഒരു റെവല്യൂഷൻ, അതായത് വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാക്കുകയും അവരിൽ മാറ്റം ഉണ്ടാക്കുക, ഇംപയസ് പുണ്യമില്ലാത്ത ആൾക്കാർക്ക് പുണ്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ ഗ്രന്ഥം, ഇതിനെയാണ് പ്രഭുപാദ് എന്ത് ചെയ്തിരിക്കുന്നു? ലോകം മുഴുവൻ എത്തിച്ചത്. അതുവരെ ശ്രീമദ് ഭാഗവതം ലോകം മുഴുവൻ എത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദാണ് ഇത് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതില് താഴെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രഭുപാദ് നമുക്ക് വേണ്ടി. അതായത് ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ചേഞ്ചസ് ഉണ്ടാകും. അപ്പൊ ആ ചേഞ്ചസ് ഭക്തി മാർഗത്തിൽ ആരാ ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗുരുവിലും ചൈതന്യ മഹാപ്രഭുവിലും പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഒരിക്കല് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരു ഒരു ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ ആ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പറയും, ഈ നാമം ലോകം മുഴുവനും എല്ലാവരും ഒന്നിച്ച് ജപിക്കും. അതുപോലെ ഇവിടെ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്,
മായാപൂരില് എല്ലാ ലോകത്തുള്ള എല്ലാ ഭക്തന്മാരും ഒന്നിച്ചുകൂടി ആലിംഗനം ചെയ്ത് ജയ് സച്ചിനന്ദന എന്ന് ജപിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും, ലോകത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ എത്തും എന്നും പറഞ്ഞു. ലോകം മുഴുവനും ഹരിനാമം ജപിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് പ്രഭുപാദ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പടിയുടെ മേലെ ഇരുന്ന് ക്ലാസ് കേട്ടിട്ട് അവിടെ താഴെ ഇറങ്ങി വരുമ്പോൾ അവിടെ 2 ഭക്തന്മാര്, വേറെയും ക്ലാസ് കേട്ട 2 ശിഷ്യന്മാർ, അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആചാര്യാസ് പറയുന്നുണ്ട്, ലോകം മുഴുവനും നാമം ജപിക്കുമെന്ന്. അത് എന്ത് ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാവണില്ല. കാരണം ലോകം മുഴുവൻ, ഈ ഇന്ത്യയിൽ തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ജപമൊക്കെ നിർത്തിപ്പോയി. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ലോകം മുഴുവനും നാമം ജപിക്കും എന്ന് പറയാണ്? അത് ചിലപ്പം ഭാരതത്തിനെ പറഞ്ഞതായിരിക്കും എന്ന് അവർ തന്നെ ഊഹിച്ചു തുടങ്ങി. അപ്പോൾ ഇതാണ് പറയുന്നത്, ഊഹാപോഹങ്ങൾ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് അതേ സമയത്തിൽ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പ്രഭുപാദ് ഉടനെ ചോദിക്കും, അതെന്താ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത്? ഗുരു മഹാരാജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും എല്ലാവരും ഹരിനാമം ജപിക്കും. ചൈതന്യ മഹാപ്രഭു അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അത് സത്യമാണ്, അത് നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പ്രഭുപാദ് പറഞ്ഞപ്പോൾ ആർഗ്യൂ ചെയ്യാതെ ഒന്ന് ചിരിക്കും, പുച്ഛിച്ച് ചിരിക്കും. മനസ്സിലായില്ല, പ്രഭുപാദിന് മനസ്സിലായില്ല അതിന്റെ ഉദ്ദേശം എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ യഥാർത്ഥത്തില് അവിടെ ലെക്ചർ കേട്ടിട്ടിരുന്ന അത്രയും പേരിൽ ഒരാൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, അത് പ്രഭുപാദിന് മാത്രമേ മനസ്സിലായൂ എന്നുള്ളതാണ് മനസ്സിലാക്കുക. സോ അടുത്ത താഴോട്ട് വായിക്കണം. ഹരേ കൃഷ്ണ. തന്റെ ദിവ്യനാമങ്ങൾ ലോകത്തിലെ ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രചരിക്കപ്പെടുമെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രവചിച്ചിരുന്നു. ഈ ഇരുളടഞ്ഞ കലിയുഗത്തിലും കൃഷ്ണാവബോധത്തിന്റെ പ്രചാരം ഒരു 10,000 വർഷത്തെ സുവർണകാലം സൃഷ്ടിച്ചിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശങ്ങൾ വ്യാപകമായും ശക്തമായും പ്രചരിപ്പിക്കുന്നതിനായി ഒരു ശ്രേഷ്ഠനായ സേനാപതി ആവിർഭവിക്കുമെന്ന് ചൈതന്യമംഗള എന്ന ഗ്രന്ഥത്തിൽ ശ്രീല ലോചനദാസ് ഠാക്കൂർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുവാനുള്ള ഉദാത്തമായ ഈ കൃത്യനിർവഹണം ശ്രീലഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കൃഷ്ണനാൽ നിയോഗിക്കപ്പെടാതെ ആർക്കും തന്നെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ കൃഷ്ണാവബോധം പകർന്നു നൽകാൻ കഴിയില്ലെന്ന് ശ്രീ ചൈതന്യ ചരിതാമൃതവും ഉറപ്പ് നൽകുന്നു. ഈ മഹാനായ വൈഷ്ണവാചാര്യനായ ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ 19-ാം നൂറ്റാണ്ടിൽ ഇപ്രകാരം പ്രവചിച്ചിരുന്നു. ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിനായി ഒരു മഹൽ വ്യക്തി അതിവേഗം തന്നെ ജന്മം കൊള്ളും. ആ വ്യക്തി ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരാണെന്നുള്ളത് വ്യക്തമാണ്. എത്ര ഭക്തന്മാർ കൃഷ്ണാവബോധത്തിൽ. ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈതന്യ മഹാപ്രഭു ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു എന്താ പറയുക, എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഹരിനാമം പ്രചരിപ്പിക്കും എന്ന്. പക്ഷെ ഇതിനു മുമ്പൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ഗ്രാമത്തിലും നഗരത്തിലും എല്ലാവരും ഒന്നിച്ച് ജപിക്കുന്നത് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ട്? അത് ഭഗവാന്റെ പ്രഡിക്ഷനാണ്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുകയാണ്. ആ ചൈതന്യ മഹാപ്രഭുയുടെ വാക്ക് ഒരിക്കലും തെറ്റില്ല, കാരണം ഭഗവാന്റെ വാക്ക് ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല. അത് മാത്രമല്ല, 10,000 വർഷം, ഒരു 10,000 വർഷം സ്വർണകാലമായിട്ട് മാറും. അതായത് ആ കാലഘട്ടത്ത് എല്ലാവർക്കും ഡിവോഷൻ ഉണ്ടാകും, എല്ലാവരും ഡിവോഷനിൽ ആയിരിക്കും, അവരെല്ലാം കൃഷ്ണന്റെ അടുത്ത് തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. എവിടെ നോക്കിയിരുന്നാലും ഹരിനാമവും കീർത്തനവും ഇതൊക്കെ കേൾക്കാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഇതും ചൈതന്യ മഹാപ്രഭു പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചൈതന്യ മംഗളം എന്ന് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞ് ഒരാൾ എഴുതി. അത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എന്ന് എഴുതി. ചൈതന്യ മംഗളം എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുയുടെ ലീല തന്നെ വേറൊരു പാർട്ട് എഴുതി. അത് ലോചൻദാസ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു ആചാര്യൻ എഴുതി. ഇനി ചൈതന്യ ഭാഗവതം എന്ന് പറയുന്ന ബുക്കും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലോചൻദാസ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് 500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്, ചൈതന്യ എന്താ പറയാ, ഈ ഹരിനാമം ഭഗവാന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാതെ രക്ഷപ്പെട്ടു പോയ ജീവാത്മാക്കൾക്ക് കൊടുക്കാനായിട്ട് ഒരു സേനാധിപതി ഭക്ത വരും എന്ന് പറയുന്നു. അപ്പോ ഒരു സേനാധിപത്യ ഭക്ത വന്നിട്ട് അന്ന് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും ഇങ്ങനെ ഓരോ ഫുൾ ദേശം ഭാരതം മുഴുവനും സഞ്ചരിച്ച് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ കൃഷ്ണപ്രേമം കൊടുത്തു. പക്ഷെ കൊടുക്കുന്ന കൃഷ്ണപ്രേമം പോലും മേടിക്കാതെ രക്ഷപ്പെട്ടു പോയ ആൾക്കാരുണ്ട്.
അപ്പൊ അവരെല്ലാം പാശ്ചാത്യ ദേശത്തും മറ്റു സ്ഥലത്തും ഉണ്ടാവും. അവർക്ക് കൊടുക്കാനായിട്ട് ഒരു സേനാധിപതി ഭക്തൻ വരും എന്ന് എന്താണ് 500 വർഷങ്ങൾക്ക് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി ഇത് തന്നെയാണോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതാണ് പറയുന്നത്, സ്ക്രിപ്ചറിൽ പറയുന്നുണ്ട്, അവതാര നഹി കഹെ അമി അവതാര മുനി സഭയിൽ ആനേ കഹെ ശാസ്ത്ര വിചാര എന്ന് പറയുന്നുണ്ട്. അവതാരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഞാനാണ് അവതാരം എന്ന് പറയില്ല. അതായത് രാമചന്ദ്രമൂർത്തി എന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല, ഞാനാണ് അവതാരം എന്ന് രാമചന്ദ്രമൂർത്തി എന്ന് പറയാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ അറിയാം രാമചന്ദ്രമൂർത്തി ഭഗവാന്റെ അവതാരമാണോ? കൃഷ്ണൻ എന്ന് പറയുന്നില്ല, മത്സ്യ അവതാരം എന്ന് പറയുന്നില്ല, ബുദ്ധൻ എന്ന് പറയുന്നില്ല, ഞാൻ കൃഷ്ണന്റെ അവതാരമാണ്, എന്നെ ആരാധിച്ചോളൂ, എന്നെ പൂജിച്ചോളൂ. പക്ഷെ കലിയുഗത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ആൾ ദൈവങ്ങളെല്ലാം വന്നിട്ട് ഞാനാണ് ഈശ്വരൻ, ഞാനാണ് വിഷ്ണു, ഞാൻ ഒരു ദിവസം ദേവിയാകും, മറ്റൊരു ദിവസം ഞാൻ വിഷ്ണുവാകും, മറ്റൊരു ദിവസം ഞാൻ വേറെയാകും എന്നെല്ലാം പറഞ്ഞ് അവർ തന്നെ സ്വയം പ്രചരിപ്പിച്ച് ആൾക്കാരെ കൊണ്ട് അവരെ നമസ്കരിപ്പിക്കുകയാണ്, അവർക്ക് പൂജ ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ തെറ്റായ മാർഗം കാണിക്കുന്നു. പക്ഷെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അവതാര നഹി കഹെ, ഒരവതാരവും പറയില്ല. അമി അവതാര, ഞാൻ അവതാരമാണെന്ന് പറയില്ല. അപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലാക്കും? മുനി സഭ ലാനേ കഹെ ശാസ്ത്ര വിചാരം. മുനി സഭകളെല്ലാം ഇങ്ങനെ ഒന്നിച്ചു കൂടിയിട്ട് ശാസ്ത്രം വിചാരം ചെയ്യും. എന്ത് വിചാരം ചെയ്യും? ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ബുദ്ധൻ ശ്രീമദ് ഭാഗവതം 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. ബുദ്ധൻ ജനിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ബുദ്ധൻ അവതരിക്കും. ബുദ്ധൻ എന്തിനാ അവതരിക്കുന്നത് എന്നുള്ള പർപ്പസ്, ബുദ്ധൻ ആരുടെ മകനായിട്ട്? അഞ്ജനയുടെ മകനായിട്ട് ജനിക്കും, ഗയയിൽ ജനിക്കും എന്നുള്ള വ്യക്തമായ ഡീറ്റെയിൽ കാണും. അപ്പൊ ഇങ്ങനെ ഇവര് ആ ബുദ്ധൻ ഇതുവരെ അറിഞ്ഞില്ല. പക്ഷെ ബുദ്ധൻ അവതരിച്ചതിന് ശേഷം മുനിമാരെല്ലാം ബുദ്ധൻ അവതരിക്കും എന്ന് പറഞ്ഞത് കറക്റ്റാണ്, ഈ കാലഘട്ടം കറക്റ്റ്, 2000 വർഷമായി. എവിടെ ജനിക്കുമെന്ന് പറഞ്ഞു? ഗയയിൽ ജനിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഗയയിൽ ജനിച്ചു. രാജകുമാരനായിട്ട് ജനിക്കും, അഞ്ജനയുടെ മകനായിട്ട് ജനിക്കും. അമ്മയുടെ പേര് അഞ്ജനയുടെ മകനായിട്ട്. പക്ഷെ ഈ കുമാരനായിട്ട് ഇരുന്നിട്ടും അദ്ദേഹത്തിന് ഭൗതികമായ ഒരു ആസക്തിയും ഇല്ല, എല്ലാം പിടിഞ്ഞിട്ട് യോഗിയെ പോലെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് തന്നെ വ്യക്തി എന്ന് വിചാരം ചെയ്യും ശാസ്ത്രം. വിചാരം ചെയ്തിട്ട് അവരെ വാച്ച് ചെയ്യും, ഇത് കറക്റ്റ് ആണോ, ശാസ്ത്രത്തിൽ പറയുന്ന വ്യക്തി ഇത് തന്നെയാണോ, പിന്നെ അവർ കൺഫേം ചെയ്യും. ഇതാണ് പറയുന്ന ആ വ്യക്തി. കാരണം ആ കാലഘട്ടത്ത് പറയുന്നത് പോലെ വ്യക്തമായിട്ട് എല്ലാ കാര്യവും നടക്കും. അതേപോലെയാണ് ചൈതന്യ മഹാപ്രഭു. 5000 വർഷങ്ങൾക്ക് മുമ്പ്, 500 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു. പക്ഷെ 5000 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുന്നു, വ്യാസദേവൻ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭു സച്ചിത് മാതായുടെ മകനായിട്ട് ജനിക്കും, ഗംഗയുടെ തീരത്ത് ജനിക്കും, നാമപ്രചരണത്തിന് വേണ്ടി ജനിക്കും. സാമുദ്രിക ലക്ഷണം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഴുത്തിൽ ശംഖുവരകൾ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ തുടയുടെ നീളം കുറവായിരിക്കും, നാഭിയിൽ വലംപുരി ചുഴി ഉണ്ടാകും, ഇങ്ങനെ സ്വർണ്ണ വർണ്ണത്തിലുണ്ടാകും, കൈക്ക് ഭയങ്കര നീളം ഉണ്ടാകും, കാലുമുട്ട് വരെ കൈയുടെ നീളം ഉണ്ടാകും എന്നെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ പേര്, ഏത് സ്ഥലത്ത് ജനിക്കും, നവദ്വീപിൽ ജനിക്കും എന്ന് പറയുന്നുണ്ട്, നാമപ്രചരണത്തിന് വരുമെന്ന് പറയുന്നുണ്ട്, സാമുദ്രിക ലക്ഷണം പറയുന്നുണ്ട്. ഇതെല്ലാം മുനിമാരങ്ങ് ഒത്തുനോക്കും. അങ്ങനെ രൂപഗോസ്വാമി എഴുതി ആദ്യമായിട്ട് എന്താണ്, ചൈതന്യ മഹാപ്രഭു വേറെമല്ല സാക്ഷാത് ഭഗവാനാണെന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് എഴുതിയതും ചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലായി. എന്നിട്ട് ചൈതന്യ കെട്ടിച്ചേർത്ത് പിടിക്കും. എന്താണ്, ഒരു ഇന്റലിജന്റ് വ്യക്തിയാണ് ഫസ്റ്റ് അത് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ ശാസ്ത്രം വിചാരം ചെയ്ത് നോക്കിയപ്പോൾ എക്സാക്ട് ഈ പറയുന്ന ശാസ്ത്രത്തിൽ 5000 വർഷം മുമ്പ് പറഞ്ഞിരിക്കുന്ന ആള് ഇത് തന്നെ, പറയുന്ന പ്രവൃത്തിയെല്ലാം അത് തന്നെയാണ്. ചൈതന്യ മഹാപ്രഭു തിരിച്ചു പോയപ്പോൾ അതേപോലെയാണ്, ഒരേ സമയത്ത് 3 സ്ഥലത്ത് ഡിസപ്പിയർ ആയി. ഇതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരിടത്ത് ഹോസ്പിറ്റലിൽ കിടന്ന് മൂക്കിലൊക്കെ ഞാൻ ഈശ്വരൻ എന്ന് പറയുന്ന ആൾക്കാർ ട്യൂബൊക്കെ ഇട്ടിട്ട് ചത്തുപോകുന്നതല്ല. ഇവിടെ എന്തായി, ചൈതന്യ മഹാപ്രഭു തോട്ട ഗോപിനാഥ് ടെമ്പിളിൽ കൃഷ്ണന്റെ വിഗ്രഹത്തിനകത്ത് മെർജായി പോയി. അതേ സമയത്തിൽ ജഗന്നാഥ്പുരിയിൽ ജഗന്നാഥിനകത്ത് അങ്ങനെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കവേ അതിനകത്ത് പോകും. ഒരു സൈഡ് നോക്കിയ രാമചന്ദ്രമൂർത്തി എങ്ങനെ സരയൂ നദിയിൽ പോയോ അതുപോലെ ജഗന്നാഥ്പുരിയിൽ കടലിൽ ഇങ്ങനെ എല്ലാവരും നോക്കിയിരിക്കവേ ഇങ്ങനെ കടലിനകത്ത്. അപ്പോ ചൈതന്യം 3 സ്ഥലത്ത് ഇങ്ങനെ ഡിസപ്പിയർ ആയി. ഇത് ഭഗവാന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇങ്ങനെയാണ് മുനിമാര് എന്ത് ചെയ്യുന്നത്, ആ സ്ക്രിപ്ചർ വെച്ചുകൊണ്ട് ഇതാണ് വ്യക്തി എന്ന് കണ്ടുപിടിക്കുന്നത്. ഒരിക്കലും ചൈതന്യ മഹാപ്രഭു ഞാൻ ഭഗവാനാണ്, എന്നെ ആരാധിക്കുന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ ഭഗവാനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെയാണ് ആചാര്യന്മാർ. രാമാനുജാചാര്യർ അനന്തന്റെ അവതാരമാണ്. ഓക്കെ, അതേപോലെ മാധവാചാര്യ ഹനുമാന്റെ ഇൻകാർണേഷനാണ്. ഇതെല്ലാം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ പ്രഭുപാദിനെ കുറിച്ച് ഇവിടെ പറയാണ്. എന്ത് പറയുന്നു? സേനാധിപതി ഭക്തനായിട്ട് വരും. ലോകത്തിലെ എല്ലാ മൂലയ്ക്കുള്ള എല്ലാവർക്കും, എല്ലാ സ്ഥലത്തുള്ള എല്ലാ വ്യക്തികൾക്കും ഹരിനാമം, ഗ്രാമത്തിലും നഗരത്തിലുമുള്ള എല്ലാവർക്കും എന്ത് കൊടുക്കും? ഭഗവത് നാമം കാരുണ്യം കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ആര് തന്നെയാണ് നടത്തിയത്? ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് തന്നെയാണ് നടത്തുന്നത്. അതേപോലെ 19-ാം നൂറ്റാണ്ടിലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ അച്ഛൻ ഭക്തി വിനോദൻ ഠാക്കൂർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും ഇതേപോലെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല്, ഒരു മഹത് വ്യക്തി, ആ വ്യക്തി അവതരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ഭക്തി വിനോദ് ഠാക്കൂർ മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ചൈതന്യ മഹാപ്രഭുയുടെ ഒരു അത്ഭുത മന്ദിർ അതായത് അദ്ദേഹത്തിന്റെ വീട് ഇന്ന് നവദ്വീപിൽ പോയാൽ നമുക്ക് ഈ ഭക്തി വിനോദ് ഠാക്കൂർ മഹാരാജിന്റെ വീട് കാണാൻ പറ്റും. പഴയ സാധനങ്ങളും എല്ലാം ആ വീട് അങ്ങനെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഗംഗ പോവും. ഗംഗയുടെ അപ്പുറത്തെ സൈഡാണ് ഇസ്കോണിന്റെ ടെമ്പിൾ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അമ്പലം. ഇതാണ് 800 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്. അത് ഓൾമോസ്റ്റ് ആയി. 2025 അടുത്ത വർഷം ഇനാഗ്രേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്രോജക്റ്റ് ഒരിക്കലും ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അമ്പലം അത്ഭുത മന്ദിർ അവിടെ വരും എന്ന് പറഞ്ഞു 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഡെയിലി അവിടെ ഒരു തേജസ് പോലെ, ഒരു പ്രകാശം പോലെ കാണും. അപ്പൊ ഒരു ദിവസം നിത്യാനന്ദ പ്രഭു തന്നെ അവിടെ കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയും, ഇവിടെ അത്ഭുത മന്ദിരം ഉണ്ടാകും. പക്ഷെ ആ മന്ദിർ ആരിൽ കൂടെയാണ് വരുന്നത്? ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിൽ കൂടെയാണ്. ഇതാണ് ഈ ആചാര്യന്മാരായിരുന്നാലും ഭഗവാനായിരുന്നാലും ശാസ്ത്രത്തിൽ പറയണം. അതുകൊണ്ടാണ് അവരെ ഇപ്പൊ ഇസ്കോണിൽ ഒരുപാട് ഗുരുക്കളുണ്ട്, ഒരുപാട് പേര് ദീക്ഷ കൊടുക്കുന്നു. പക്ഷെ എല്ലാവരും ഒന്നുപോലെയല്ല. ഇവര് സ്പെഷ്യലാണ്. ഇപ്പൊ രാമാനുജാചാര്യ സമ്പ്രദായത്തിൽ ഒരുപാട് ജീയർ എന്ന് പറയും. അവര് വന്നിട്ട് ഒരുപാട് സന്യാസിമാരുണ്ട്. പക്ഷെ രാമാനുജാചാര്യ ഫൗണ്ടറാണ്. ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകാചാര്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ സമ്പ്രദായത്തിന്റെ, അത് രാമാനുജാചാര്യരാണ്. അതേപോലെ ഗൗഡീയ സമ്പ്രദായത്തിൽ ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നാലും ഈ യുഗത്തിലെ ഇസ്കോണിന്റെ സ്ഥാപകാചാര്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, പറയുന്നത് ഗൗതം ബുദ്ധയുടെ അമ്മ മായ എന്നല്ല ഹിസ്റ്ററിയിൽ പറയുന്നത്. മായ എന്നാണോ? ഓക്കെ, അത് ഞാൻ ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്, ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് തരാം, അത് നോക്കാം. ഓക്കെ പ്രഭുജി, ഹരേ കൃഷ്ണ. പക്ഷെ ഹിസ്റ്ററിയിൽ അങ്ങനെ പറയുന്നോണ്ട് ചോദിച്ചതാ. ചിലപ്പോ അറിയില്ല, എനിക്കത് കുറച്ചുകൂടെ. സുദ്ധോധന ആൻഡ് മായ എന്നാണ് ഹിസ്റ്ററിയിൽ കാണുന്നത്. ഞാൻ എന്നോട് കൺഫേം ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ അടുത്തത് വായിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. എത്ര ഭക്തന്മാർ കൃഷ്ണാവബോധത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് ഒരു ഭക്തന്റെ മഹാത്മ്യം നിർണയിക്കപ്പെടേണ്ടതെന്ന് ഭക്തി വിനോദ് ഠാക്കൂർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉയർന്ന യോഗ്യതയുള്ള ഒരു വ്യക്തിയെപ്പോലും കൃഷ്ണഭക്തനാക്കുക എന്നത് അത്യന്തം ദുഷ്കരമാണ്. എന്നാൽ ശ്രീല പ്രഭുപാദരാകട്ടെ വൈദിക സംസ്കാരത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാതെ സുഖലോലുപരായി കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരുടെ മധ്യത്തിലേക്ക് ഏകനായി ഇറങ്ങിച്ചെന്ന് അവിടെ ആയിരക്കണക്കിന് ഭക്തന്മാരെ സൃഷ്ടിച്ചു. ശ്രീല പ്രഭുപാദർ നിർവഹിച്ച അസാധാരണ കൃത്യങ്ങൾ ആർക്കും തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. മാംസഭോജനം, അവിഹിത ലൈംഗിക ചൂതാട്ടം, മദ്യം, മയക്കുമരുന്ന് എന്നിവയെ അത്യന്തം പ്രോത്സാഹിപ്പിക്കുന്നവരാണ് പാശ്ചാത്യ ജനത. ഒരു സാധുവിനെ എപ്രകാരം ബഹുമാനിച്ചാരാധിക്കണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഇപ്രകാരം കൃഷ്ണഭക്തി നേടാൻ തീർത്തും അയോഗ്യരായ ഒരു സമുദായത്തിന് കൃഷ്ണാവബോധം പ്രദാനം ചെയ്യാൻ ഭഗവാൻ ശ്രീകൃഷ്ണനാൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശ്രീല പ്രഭുപാദർ. അപ്പൊ ഇതില് പറയുന്നത് ഒരു ഭക്തനെ നമുക്ക് അളക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ഭക്തൻ എത്ര വലിയ ഭക്തൻ, ഈ ഭക്തൻ എത്ര ചെറിയ ഭക്തൻ എന്നൊന്നും നമുക്ക് അളക്കാം. നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഒരാളുടെ വേഷം കണ്ടിട്ട് നമുക്ക് ഇയാൾ നല്ല ഭക്തനാണ്, ഇയാൾ നല്ല ഭക്തനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം കാണാൻ ചിലപ്പോൾ നിന്ന് ഭംഗിയുണ്ടാവും, നല്ല തിലകട്ടിരിക്കും. പക്ഷെ
നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇവിടെ ഭക്തന്മാരെ അളക്കാം. അതായത് ഒരു പാമ്പിന്റെ മാളം കണ്ടിട്ട് നമുക്ക് ഇതിനകത്ത് നല്ല വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കൈയിട്ട് നോക്കണം. അപ്പൊ അത് കൊത്തുമ്പോഴേ അറിയാവൂ അതിന് വിഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതുപോലെ നമുക്ക് പുറം കണ്ടിട്ട് നമുക്ക് ഒരു ഭക്തനെ അളക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ആരാണോ ബാക്കിയുള്ളവർക്ക് ഹരിനാമം കൊടുക്കുക, ബാക്കിയുള്ളവരെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുത്തുന്ന വ്യക്തി, അവർക്ക് ഭക്തി ഉള്ളിലുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇപ്പൊ എന്റെ കയ്യിൽ കുറെ ആപ്പിൾ ഉണ്ടെങ്കിൽ ഒരാൾ ആപ്പിൾ ചോദിച്ചാൽ എനിക്ക് ആപ്പിൾ കൊടുക്കും. എന്റെ കയ്യിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് ചോദിച്ചാൽ കൊടുക്കാം. ഓറഞ്ച് ഉള്ളപ്പോൾ ആപ്പിൾ ചോദിച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ കയ്യിൽ സന്തോഷം, എൻ്റെ അടുത്ത് സന്തോഷം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കെല്ലാം ആ സന്തോഷം കിട്ടും. ഞാൻ വിഷമിച്ചുകൊണ്ടാണ് ഇരിക്കുമെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവരെല്ലാം വിഷമിക്കും. അതാണ് സംഭവിക്കുന്നത്. അതേപോലെ എൻ്റെ അടുത്ത് കൃഷ്ണഭക്തിയാണ് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാവർക്കും കൃഷ്ണഭക്തി കൊടുക്കാൻ സാധിക്കും. അപ്പോ അത് എങ്ങനെ മനസ്സിലാക്കും? ആരാണോ ഇത് കൊടുത്തിരിക്കുന്നത്, ആരാണോ നിറയെ പേരെ പ്രീച്ച് ചെയ്യുന്നു, ആരാണോ നിറയെ ഭഗവത്ഗീത ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരിൽ എന്തോ ഉണ്ട്, കൃഷ്ണഭക്തി ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നത്, അവർക്കത് സംസാരിക്കാൻ സാധിക്കുന്നത്, അവർ മറ്റുള്ളവരെ ജപിപ്പിക്കാൻ സാധിക്കും. അത് ഇല്ലാത്തവർക്ക് സാധിക്കില്ല. അപ്പോ അത് ഒരു എന്താ പറയാ, ആ ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രഭുപാദിനെ മനസ്സിലാക്കാം. ലോകം മുഴുവനും സഞ്ചരിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തന്മാരെ ശിഷ്യന്മാരാക്കി, ആയിരക്കണക്കിന് ഭക്തന്മാരെ ശിഷ്യന്മാരാക്കി ലോകം മുഴുവനും നാമം പ്രചരിപ്പിച്ചു. അപ്പൊ അത് ഒരു ഓർഡിനറി വ്യക്തിയല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ. ഇനി ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്രഭുപാദ് ഡെയിലി 2 മണിക്കൂർ മാത്രമേ ഉറങ്ങത്തുള്ളൂ. 2-3 മണിക്കൂറേ പ്രഭുപാദിന്റെ ഉറക്കമുള്ളൂ. 72 വയസ്സായ വ്യക്തി കൂടുതൽ സമയം ഉറങ്ങും, അവർക്ക് ടയേർഡാണ്. പക്ഷെ പ്രഭുപാദ് എന്നാൽ ലോകത്തിനെ 4 പ്രാവശ്യം ചുറ്റി വന്നു. അതായത് ഓരോ ക്ലൈമറ്റ് എക്സ്ട്രീം കോൾഡ് ആയിരിക്കും, എക്സ്ട്രീം ഹോട്ട് ആയിരിക്കും. ഈ 2 ക്ലൈമറ്റ് ചേരില്ല അവർക്ക് ബോഡിക്ക്. പക്ഷെ പ്രഭുപാദ് അതെല്ലാം ഒരു സ്പിരിച്വൽ ബോഡി ആയതുകൊണ്ട് ഇതെല്ലാം ടോളറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം ട്രാവൽ ചെയ്തു, എല്ലായിടത്തും പ്രചരണം ചെയ്തു പ്രഭുപാദ്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ വ്യക്തിയാണ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് എന്ന് പറയുന്നത്. എന്നാൽ പ്രഭുപാദ് പോയി ഇറങ്ങിയ സമയത്ത്, പോകുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നു. പ്രഭുപാദ് മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. അപ്പൊ പ്രഭുപാദ് ഭഗവാൻ ഒരു കത്ത് എഴുതും. എന്താണ്? ഒരു കവിത എഴുതും കപ്പലിൽ വെച്ചിട്ട്. 2 ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ, ഭഗവാനെ എനിക്ക് അറിയില്ല, ഞാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ അവിടെ രജോ തമോ ഗുണത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും എന്താണ് കാമക്രോധങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തികളാണ്. ഇവർക്ക് പോയി കൃഷ്ണൻ ആരാണെന്നേ അറിയില്ല. നമ്മുടെ നാട്ടിലെങ്കിലും കൃഷ്ണൻ ആരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. അത് രാധയാണ്, അത് കൃഷ്ണനാണ്, ഭഗവാനെ പൂജിക്കണം, അത് ഭഗവാനാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ ഇവർക്ക് അറിയില്ല, ഒരു പിക്ചർ പോലും കണ്ടിട്ടില്ല, ഇത് കൃഷ്ണനാണെന്ന് അവർ കണ്ടിട്ടേ ഇല്ല. പ്രഭുപാദ പല വീടുകളിലും ഈ കൃഷ്ണനും രാധയുടെ ഫോട്ടോ കാണുമ്പോൾ ഓ ബ്യൂട്ടിഫുൾ ഗേൾ ആൻഡ് ബോയ് എന്ന് പറയും. ഇത് ആരാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ അവർക്ക് അത് ഭഗവാനാണെന്ന് അറിയില്ല. എന്ത് ഡെക്കറേറ്റീവ് ആയിരിക്കുന്നത്, ഇത് ആരാണ്, ഈ പയ്യൻ ആരാണ് എന്നാണ് അവിടെ നാട്ടിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് എല്ലാവർക്കും കൃഷ്ണനെ അറിയാം. ഈ ഫോറിനിലുള്ള ആൾക്കാർക്കും കൃഷ്ണനെ അത് എങ്ങനെയാ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് പ്രഭുപാദാണ് എത്തിച്ചു കൊടുത്തത്. അവർക്കാണെങ്കിൽ റെഗുലേറ്ററി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്ന സിസ്റ്റമേ ഇല്ല. അവരത് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവരും റെഗുലേറ്ററി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാതെ തെറ്റിക്കാനുള്ള പ്രൊമോഷനാണ്. അതായത് പ്രഭുപാദ് വന്ന് പ്രചരണം ചെയ്തപ്പോൾ പല കുട്ടികളും എന്താ പറയുക, അവരെല്ലാം എല്ലാം ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ വന്നു. പെൺകുട്ടികളും ആൺകുട്ടികളും വന്നു. അവരെല്ലാം വന്ന് ഇതൊക്കെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ പാരൻസ് പ്രഭുപാദിനെതിരായിട്ട്, പ്രസ്ഥാനത്തിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്തു. എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അവർ ഞങ്ങളുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദിനെതിരെ കേസ് കൊടുത്തു. എന്തിനാ കേസ് കൊടുത്തു? അവസാനം കോടതിയിൽ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ നോർമൽ അല്ല. അപ്പോൾ എന്താണ് അബ്നോർമലായിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ അവരൊന്നും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നില്ല, അവരൊന്നും പെൺകുട്ടികളുടെ കൂടെ കമ്പനി അടിച്ച് നടക്കുന്നില്ല, അവരൊന്നും ആരും പോകുന്നില്ല, അവരെല്ലാം ഇപ്പൊ എന്തോ ഒരു എന്താ പറയാ, അവരൊന്നും നോൺ വെജ് കഴിക്കുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ കംപ്ലൈന്റ്. അവർ സിഗരറ്റ് വലിക്കുന്ന, നോൺ വെജ് കഴിക്കുന്നില്ല, അവർ പെൺകുട്ടികളുടെ കൂടെ പോകുന്നില്ല. അപ്പോൾ ഇത് അവർക്ക് എന്തായിട്ട് തോന്നി? അബ്നോർമൽ ആയിട്ട് തോന്നി. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, പ്രഭുപാദ് ബ്രെയിൻ വാഷ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഡിവോട്ടീസ് എന്ന് പറഞ്ഞു പ്രഭുപാദ് ഇങ്ങനെയാണ് കേസ് ഇട്ടിരിക്കുന്നത്, എന്താണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. യെസ്, ഞാൻ അതാണ് ചെയ്തത്, ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തു. കാരണം ബ്രെയിൻ കംപ്ലീറ്റ് അവർക്ക് ഡേർട്ടി ആയിരുന്നു, അഴുക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ വാഷ് ചെയ്തു എന്ന് പറഞ്ഞു പ്രഭുപാദ് സിമ്പിൾ. അപ്പോ ഇതാണ് പ്രഭുപാദിന്റെ ഉദ്ദേശം തന്നെ, ആ കുട്ടികളെ നല്ല സംസ്കാരത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് പ്രഭുപാദ് ചെയ്തു. ഒരു കൾച്ചർ, ഒരു ബേസിക് കൾച്ചർ ഇല്ലാത്ത ഒരു വ്യക്തികളെ ബ്രാഹ്മണനെ പോലെ കൊണ്ടുവന്നു.
അതിനും ഉപരിയായിട്ട് പ്രഭുപാദ് അവരെല്ലാം കൊണ്ടുവന്നു. അവരെല്ലാം സന്യാസിയാക്കി. അവരെല്ലാം ചില ബ്രഹ്മചാരികളെല്ലാം കൊണ്ട് ഈ എന്താ പറയാ ഈ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തു. ആ വിവാഹം എന്താണെന്ന് അവർക്ക് അറിയില്ല. ആ വിവാഹം ചെയ്തു. ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കണം. ആ കുട്ടികളെല്ലാം വൈകുണ്ഠവാസികളാണ്. കാരണം ജനിച്ചപ്പോൾ മുതൽ അവരെല്ലാം എന്തായിട്ട് ഇപ്പോൾ വളരുകയാണ്, കൃഷ്ണാവബോധത്തിൽ വളരുകയാണ്. അപ്പൊ ഈ ഒരു സംസ്കാരം എല്ലാം ആരാ ഇംപ്ലിമെന്റ് ചെയ്തു, ആരാ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഭുപാദ് തന്നെ കൊണ്ടുവന്നു. അവർക്ക് ആദ്യത്തെ കാലത്ത് ഒരു സന്യാസിയെ എങ്ങനെ റെസ്പെക്ട്, കാരണം ഈ കാലമല്ല നമ്മൾ പറയുന്നത് എന്താണ് 50 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കാലത്ത് ആൾക്കാരെല്ലാവരെയും റെസ്പെക്ട് ചെയ്യും. 100 വർഷങ്ങൾക്ക് മുമ്പ് റെസ്പെക്ട് ചെയ്യും. പക്ഷെ അപ്പോ ഇവർക്ക് ആർക്കും ഒരു സന്യാസിയെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് അറിയില്ല. ഈവൻ ഒരു ചെറിയ റൂം എടുത്തിട്ട് അവിടെ താമസിക്കുമ്പോൾ പ്രഭുപാദും അവിടെയുണ്ട്, വേറൊരു സൈഡ് പെൺകുട്ടികളെല്ലാം താമസിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ആൺകുട്ടികളെല്ലാം താമസിക്കുന്നുണ്ട്. ഇവർ വന്ന് രാവിലെ മംഗളാരത്തിക്ക് വരും, ക്ലാസ് എടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ അവിടെ ഉള്ളത് ഒരു ബാത്റൂമേ ഉള്ളൂ. ഇവരിങ്ങനെ ക്യൂ നിൽക്കും, 6ഉം 7ഉം 8ഉം പേര് ക്യൂ നിൽക്കും. എന്നിട്ട് പ്രഭുപാദും ബാക്കിലേക്ക് ക്യൂ നിൽക്കും. ആലോചിക്കും, ഇന്ന് നമ്മൾ പറയുന്ന അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയുടെ സ്ഥാപകാചാര്യൻ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ആചാര്യ. ഈ ആചാര്യൻ ക്യൂ നിൽക്കും. എന്തിനാണ്? അവരെല്ലാം ബാത്റൂമിൽ പോയിട്ട് അടുത്തത് ഇദ്ദേഹം അകത്ത് പോകും. അപ്പോൾ ആദ്യത്തെ 3 ദിവസമായപ്പോൾ പ്രഭുപാദ് ബാക്കിൽ പോയി വെയിറ്റ് ചെയ്താണ്. പക്ഷെ പ്രഭുപാദ് പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, അതുകൊണ്ട് ആദ്യം ഞാൻ പോകണം, അതിനുശേഷം നിങ്ങൾ പോകുന്നൊന്നും പറഞ്ഞില്ല. പ്രഭുപാദ് മിണ്ടാതെ ക്യൂവിൽ നിന്ന് ഇവരെല്ലാം പോയിട്ട് പോവും. പോയതിനു ശേഷം പക്ഷെ 3ാമത്തെ ദിവസമായപ്പോൾ അതിൽ 1-2 പേര് പറഞ്ഞു, അയ്യോ നമുക്ക് പഠിപ്പിക്കുന്ന ആളല്ലേ. അദ്ദേഹം വന്നിട്ട് ബാക്കിൽ നിൽക്കുന്നു. പ്രഭുപാദ് ആദ്യം പൊക്കോളൂ, ഞങ്ങൾ പിന്നെ പോകാം എന്ന് പറഞ്ഞപ്പോൾ പ്രഭുപാദ് ആ റെസ്പെക്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞില്ല, വേണ്ട നിങ്ങൾ പോകും, ഞാൻ പോകുമെന്ന് പറഞ്ഞില്ല. കാരണം അവരെ പഠിപ്പിക്കണം. അതായത് ഇതുവരെയും അവര് കാലി വീണ് നമസ്കരിക്കുന്നില്ല, പക്ഷെ അവരെ പഠിപ്പിക്കണം. ആദ്യമേ വന്ന് എൻ്റെ കാലി വീഴ് നമസ്കരിക്കുക, വൈഷ്ണവനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആ സാഹചര്യം വരെ പ്രഭുപാദ് കാത്തിരുന്നു. എന്നിട്ട് അവരെടുത്ത് പറഞ്ഞു, ഓക്കെ പ്രഭുപാദ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് പോയി തന്നു. അതിന്റെ അടുത്ത ദിവസം ആയപ്പോൾ എല്ലാവരും പ്രഭുപാദ് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രാക്ടിക്കലി പ്രഭുപാദ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് പറയാതെ അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. ഇതാണ് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആചാര്യന്റെ നിലവാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായി ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീരപ്രഭുപാദർ ഇത്തരക്കാരുടെ ഇടയിലേക്ക് ധൈര്യസമേതം ഇറങ്ങിച്ചെല്ലുക മാത്രമല്ല, കൃഷ്ണഭക്തിയിൽ പരിശീലനം നൽകി ക്രമേണ അവരെ മറ്റുള്ളവർക്ക് കൃഷ്ണാവബോധം പകർന്നു നൽകുവാൻ പ്രാപ്തരായ 1-ാം തരം വൈഷ്ണവ പ്രചാരകൻ എന്ന നിലയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഭക്തന്മാരും ജ്ഞാനികളും വൈരാഗികളുമായ അനേകം വൈഷ്ണവന്മാർ ഭാരതത്തിലുണ്ട്. എന്നാൽ ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ പ്രാപ്തനായ വ്യക്തി ശ്രീലപ്രഭുപാദർ മാത്രമായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ മാർഗനിർദ്ദേശങ്ങളിലും തന്റെ ഗുരുവിന്റെ ആജ്ഞയിലും സർവോപരി ഭഗവാന്റെ ദിവ്യനാമങ്ങളിലും അടിയുറച്ച വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഭാരത ഭൂമിക്ക് പുറത്തേക്ക് കൃഷ്ണാവബോധം വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിൽ ആത്മാർത്ഥമായി മുഴുകാൻ കഴിഞ്ഞത്. ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശം അത് അത്യന്താപേക്ഷിതമായിരുന്ന വരിയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ട കാരുണ്യവും വീക്ഷണവും ശ്രീലപ്രഭുപാദർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യന്തം അസാധാരണമായ ഈ കൃത്യം നിർവഹിക്കാൻ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഒരു കൃഷ്ണഭക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ. വൈഷ്ണവ ചരിത്രത്തിൽ ശ്രീലപ്രഭുപാദർക്കുള്ള അദ്വിതീയ സ്ഥാനം അദ്ദേഹത്തിന്റെ അതുല്യ നേട്ടങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആധുനിക യുഗത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രായോഗികമായി കൃഷ്ണാവബോധം അവതരിപ്പിക്കുവാൻ ശ്രീലപ്രഭുപാദർക്ക് കഴിഞ്ഞു. കൃഷ്ണാവബോധ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും നേരിയ മാറ്റങ്ങൾക്ക് പോലും തയ്യാറാവാതെ പണ്ഡിതനും പാമരനും ഒരുപോലെ പ്രയോജനപ്രദമായ രീതിയിൽ ബുദ്ധിപരമായും വ്യക്തമായും കൃഷ്ണാവബോധത്തിന്റെ ഗോപ്യമായ യഥാർത്ഥങ്ങളെ ശീലപ്രഭുപാദർ അതേപടി നിലനിർത്തിയിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്ത്യയില്, അതായത് ഭാരതഭൂമിയിൽ ഒരുപാട് ജ്ഞാനിമാരും ഭക്തന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, യോഗിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും ലോകത്തിൽ കൊണ്ട് എത്തിച്ചില്ല ഈ ഹരിനാമത്തിനെ. അപ്പൊ ഇവിടെ പറയുന്നത് പോലെ അത് പ്രഭുപാദ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, വേറെ ആരും ചെയ്തില്ല. അപ്പൊ ആ കാലഘട്ടം പറഞ്ഞതുപോലെ ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ അതേ കാലഘട്ടത്തിൽ ലോകം മുഴുവനും നാമം
പ്രചരിപ്പിക്കാനായിട്ട് ചൈതന്യ മഹാപ്രഭു വന്നു. ആ ചൈതന്യ മഹാപ്രഭുയുടെ ഇൻസ്ട്രക്ഷനെ അതേ ഫുൾ ഫെയ്ത്തില് അതിനെ എടുത്തുകൊണ്ട് വേറെ ആരും പോയില്ല. ചൈതന്യ മഹാപ്രഭുയുടെ ആ ടീച്ചിങ്സിനെ കൊണ്ടുപോയ ഒറ്റ വ്യക്തി എന്ന് പറഞ്ഞാൽ അത് പ്രഭുപാദ് മാത്രമല്ല, വേറെ ആരും ഇല്ല. വേറെ ആരും കൊണ്ടുപോയില്ല, ഈ ലോകത്തിന് എത്തിച്ചു കൊടുത്തില്ല. ഇൻ കേസ് നമുക്ക് മനസ്സിലാക്കാം, സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഫസ്റ്റ് US പോയായിരുന്നു, ചിക്കാഗോ പോയായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ആധ്യാത്മിക പ്രഭാഷണമൊക്കെ കൊടുത്തായിരുന്നു, ആദ്യം പോയ വ്യക്തിയാണ്. പക്ഷെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാല്, എനിക്ക് ഒരു ചെറുപ്പക്കാരെ കിട്ടിയാൽ ഈ ലോകത്തിനെ ഞാൻ മാറ്റിമറിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചെറുപ്പക്കാരനെ കിട്ടിയാൽ ഞാൻ ഈ ലോകത്തിനെ, അതായത് ശിഷ്യന്മാരെ കിട്ടിയാൽ ഞാൻ ഈ ലോകത്തിലെ ആധ്യാത്മികമാക്കി മാറ്റിമറിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല. അദ്ദേഹത്തിന് ആകെ ഒരേ ഒരു പെൺകുട്ടി നിവേദിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിസൈബിൾ ആയിട്ട്, വേറെ ആരും കിട്ടിയില്ല. പക്ഷെ പ്രഭുപാദ്, എന്നാൽ സ്വാമി വിവേകാനന്ദ ഭയങ്കര തേജസ് ആയിരുന്നു, ഭയങ്കര ഗ്ലാമർ ആയിരുന്നു, ഭയങ്കര എക്സലന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു, എല്ലാം കൊണ്ട് തികഞ്ഞ വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് സാധിച്ചില്ല. എന്നാൽ ഭക്തി സിദ്ധാന്ത സരസ്വതി, പ്രഭുപാദിന്റെ ഗുരു, പ്രഭുപാദ് പോകുന്നതിന് മുമ്പ് തന്നെ ഇതേ യൂറോപ്യൻ കൺട്രിയിലെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ശിഷ്യന്മാരെ അയച്ചിരുന്നു. നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമായിരുന്നു, അവരെ അയച്ചിരുന്നു. പക്ഷെ അവരെല്ലാം പോയിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഗുരുവിന്റെ അടുത്ത്, അവിടെ നമുക്ക് ഒരിക്കലും പറ്റാത്ത കൺട്രിയാണ്, അവിടെ നമ്മുടെ സംസ്കാരമെല്ലാം നഷ്ടപ്പെട്ടു പോകും, അവിടെ രജോ തമോ ഗുണത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, അവിടെ പോയിട്ട് നമുക്ക് കൃഷ്ണനാമം പ്രചരിപ്പിക്കാൻ പറ്റില്ല എന്ന് വന്ന് തിരിച്ച് അതേ ഭക്തിസിദ്ധാന്തമാരുടെ അടുത്ത്. പക്ഷെ ആ ദൗത്യമാണ് ആരെ ഏറ്റെടുത്തത്? ഭക്തി വേദാന്ത സ്വാമി ഏറ്റെടുത്തത്. എന്നാൽ എത്ര വർഷം? 30 വർഷം ഹൃദയത്തിൽ ചുമന്നിട്ടാണ് പ്രഭുപാദ് അതിനുശേഷമാണ് പോകുന്നത്. ഇന്ന് ഗുരു പറഞ്ഞു നാളെ ഉടനെ ഇറങ്ങിപ്പോയി എന്നല്ല. ഈ 30 വർഷം കൊണ്ട് പ്രഭുപാദ് അദ്ദേഹം തയ്യാറായി കൃഷ്ണഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഫുള്ളി തയ്യാറായിട്ടാണ് പോയത്. കാരണം പ്രഭുപാദ് വീട് വിട്ടിറങ്ങിയിട്ട് പ്രഭുപാദ് വൃന്ദാവനത്തിലെ രാധാ ദാമോദർ ടെമ്പിളിൽ വന്ന് താമസിച്ചപ്പോ ഡെയിലി പ്രഭുപാദ് ബുക്ക് എഴുതണം. കാരണം ഓൾറെഡി പ്രഭുപാദ് ട്രാൻസ്ലേഷൻ ചെയ്തു വെച്ചിരുന്നു ഭഗവത്ഗീത. ഈ ട്രാൻസ്ലേഷൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ ഇംഗ്ലീഷിലോട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു ബുക്ക് മുഴുവനും ട്രാൻസ്ലേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ പുസ്തകത്തിനെ എടുത്ത് സ്വന്തം പ്രഭുപാദിന്റെ ഭാര്യ എന്ത് ചെയ്യിച്ചാൽ ഒരു ദിവസം തേയിലപ്പൊടി, പഴയ പേപ്പറിന് തേയിലപ്പൊടി മേടിക്കാനായിട്ട് ആ പേപ്പർ എടുത്ത് അങ്ങ് കൊടുത്തിട്ട് തേയിലപ്പൊടി വാങ്ങിച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പ്രഭുപാദ് വന്നിട്ട് ആ പുസ്തകം എടുക്കാനായിട്ട് ഇങ്ങനെ ട്രങ്ക് തുറന്നു നോക്കിയപ്പോൾ ട്രങ്കിനകത്ത് കാണാനില്ല. എന്തില്ല? ആ പ്രഭുപാദ് വെച്ചിരുന്ന ആ മാനുസ്ക്രിപ്റ്റ് കാണാനില്ല. പ്രഭുപാദ് ചോദിച്ചു, ഇവിടെ ഇരുന്നത് എവിടെ? അത് കുറെ നാൾ അവിടെ ആയിരുന്നു, ഞാൻ എടുത്ത ആ പേപ്പർക്കാരനെ ഇട്ടിട്ട് ഞാൻ തേയിലപ്പൊടി മേടിച്ചു. ഭയങ്കര, കാരണം ഇത് ഇത്രയും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ഒരു വൈഫായി പോയല്ലോ എന്ന് പറയുന്നത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇത് എന്തുകൊണ്ട് ഈ സിറ്റുവേഷൻ ഭഗവാൻ പ്രഭുപാദിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ, പ്രഭുപാദ് പുറത്തു വന്നാലേ ഇന്ന് നമ്മളെ പോലത്തെ പതിതന്മാർക്ക് കാരുണ്യം കിട്ടത്തുള്ളൂ. അത് ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആണ്. ഉടനെ പ്രഭുപാദ് നേരെ വൈഫിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, യു വാണ്ട് മീ ആർ ടീ എന്ന് ചോദിച്ചു. ഉടനെ ആ സ്ത്രീ ചിരിച്ചിട്ട്, ഞാൻ വേണോ ചായപ്പൊടി വേണോ എന്ന് ചോദിച്ചു. ചായ വേണോ എന്ന് ചോദിച്ചു. അവര് ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ചായ മതി. പ്രഭുപാദ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ പ്രഭുപാദിനുള്ള ആസ്തി എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം വസ്തുക്കളെല്ലാം എല്ലാ മക്കളുടെ പേരിലും എല്ലാ വൈഫിന്റെ പേരിലും ബാങ്കിലും എല്ലാം ഇട്ടിട്ട് പ്രഭുപാദ് നേരെ ഒന്നുമേ എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങി നേരെ രാധാ ദാമോദർ ടെമ്പിളിൽ വന്ന് പ്രഭുപാദ് ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് പുസ്തകം എഴുതും, മാഗസിൻ എഴുതി, മാഗസിൻ വിൽക്കാൻ പോകും, അത് വിൽക്കില്ല. പ്രഭുപാദിനെ റോഡിൽ തലകറങ്ങി, 70 വയസ്സായ ഒരു വ്യക്തി റോഡിൽ തലകറങ്ങി വീഴും. അങ്ങനെ ആൾക്കാർ ചോദിക്കും, സ്വാമിജിക്ക് വേറെ ജോലിയൊന്നുമില്ല, എന്തിനാ ഈ പണിക്കൊക്കെ പോകുന്നത്? പോയി നാമം ജപിച്ചിട്ട് ഇരിക്കും, ഇതൊന്നും ആർക്കും വേണ്ട, കലിയുഗത്തിൽ ഇതൊന്നും, ഈ സ്ക്രിപ്ചർ ഒന്നും ആരും മേടിക്കില്ല എന്നെല്ലാം പ്രഭുപാദിനെ പലരും, ആ ഫാക്റ്റാണ് അവർ പറയുന്നത്, സത്യമാണ്. എങ്കിലും അത് പ്രഭുപാദിന് വലിയ ഡിസ്കറേജ് പോലെയായിരുന്നു. ഇങ്ങനെ പറയുന്നു. അപ്പൊ പ്രഭുപാദ് നേരെ റൂമിൽ വന്നിട്ട് വിചാരിക്കും, ശരിയാണ്, ആർക്കും വേണ്ട, കടമാണെങ്കിൽ പ്രസ്സിൽ കൂടി വരുന്നു. കാരണം ഈ ബുക്ക് വിറ്റാലേ കടം അടയ്ക്കാൻ പറ്റത്തുള്ളൂ. പ്രസ്സുകാരനാണെങ്കിൽ ഓരോ പ്രാവശ്യം പ്രസ്സുകാരനും അവന്റെ വക പറയും. എന്താണെന്ന് വെച്ചാൽ, സ്വാമിജി ഇതൊക്കെ വിടൂ, എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടും, ഞാൻ എത്ര കടം തരും, ഇനി എങ്ങനെ തരാൻ പറ്റും എന്ന് പ്രസ്സുകാരൻ പറയും. അങ്ങനെ പ്രഭുപാദ് മാനസികമായിട്ട് വിഷമിച്ചിട്ട് വിചാരിക്കും, ഞാൻ കംപ്ലീറ്റ് വിട്ടേക്കാം, ഇനി എനിക്ക് സാധിക്കില്ല, ഇത് എനിക്ക് സാധിക്കാത്ത കാര്യമാണ് എന്നിരിക്കുമ്പോൾ പ്രഭുപാദ് താമസിക്കുന്ന രാധാ ദാമോദർ ടെമ്പിളിൽ അവിടെ ഒരു വിൻഡോസ് ഉണ്ട്. ആ വിൻഡോയുടെ പുറത്തുകൂടെ നോക്കിയാൽ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമിയുടെ സമാധി ഇരിക്കുകയാണ്. അന്ന് രാത്രിയാകുമ്പോൾ സനാതന ഗോസ്വാമി ഇങ്ങനെ പുറത്ത്, ഈ 2 ഗോസ്വാമി വന്നിട്ട് പറയും, ഞാൻ നിന്റോടൊപ്പം എപ്പോഴും ഉണ്ട്, പേടിക്കണ്ട, നീ നിന്റെ ദൗത്യം ചെയ്തോളൂ, ചൈതന്യ മഹാപ്രഭുയുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തോളൂ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്ന്.
അത് കേട്ടതും പ്രഭുപാദ് കണ്ണു തുറന്ന് നോക്കും, ശരിക്കും രൂപഗോസ്വാമി എന്ന് പറഞ്ഞിട്ട് പോയില്ല. ഉടനെ പ്രഭുപാദിന് എവിടെ നിന്ന് എനർജി വരുന്നവരും പിന്നെ ബുക്ക് എഴുതാൻ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഈ പ്രഭുപാദിന്റെ കൂടെ എപ്പോഴും ഈ ആചാര്യൻ ഉണ്ടായിരുന്നു, ചൈതന്യ മഹാപ്രഭുയുടെ ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രഭുപാദ് ലോകം മുഴുവൻ എത്തിച്ചത്. അതുകൊണ്ടാണ് പ്രഭുപാദിനെ പറയുന്നത് എംപവേർഡ് ആചാര്യാസ്. പവർ കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ അദ്ദേഹത്തിന്, എംപവേർഡ് ആചാര്യാസ് എന്ന് പറഞ്ഞു. അതായത് ശക്തി ആവേശ അവതാരം എന്ന് പറയും. ഒരു ശക്തി ഭഗവാൻ കൊടുത്തിട്ടുണ്ട്, ഈ നാമപ്രചരണം ചെയ്യാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 72 വയസ്സായ ഒരു വ്യക്തിക്ക് ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ സാധിക്കില്ല. നമ്മളെ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ നാമം ജപിപ്പിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കൂട്ടുകാർ നാമം ജപിപ്പിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ നാട്ടുകാർ നാമം ജപിപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ലോകം മുഴുവനും നാമം പ്രചരണം ചെയ്യും? അപ്പൊ അത് ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം നേടിയ വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതേപോലെ ഫുൾ ഫെയ്ത്ത് ഉണ്ടായിരുന്നു ആരുടെ? അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ വാക്കുകളിലുണ്ടായിരുന്നു, ചൈതന്യ മഹാപ്രഭുവിന്റെ വാക്കുകളുണ്ടായിരുന്നു. ഇതേ പ്രഭുപാദ് ഈ വൃന്ദാവനത്തിലെ രാധാ ദാമോദർ ടെമ്പിളിൽ ഇരിക്കുമ്പോൾ ഇതുവരെയും പോയില്ല, നടക്കുന്നില്ല. പക്ഷെ ആഗ്രഹം അങ്ങനെയും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ അരൂപ ഗോസ്വാമിയുടെ സമാധിയുടെ ഫ്രണ്ടിൽ വെളുപ്പാൻ രാവിലെ 3 മണി 2 മണിക്ക് എണീറ്റ് പ്രഭുപാദ് ഉറക്കമില്ലാതെ അവിടെയൊക്കെ തൂത്തു വൃത്തിയാക്കും. സ്വയം അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ദിവസം കരച്ചിൽ കേൾക്കുന്നു, ആരോ തേങ്ങി തേങ്ങി കരയുന്നത് പോലെ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ അവിടെ ഒരു ബാബാജി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ എത്തി നോക്കുമ്പോൾ പ്രഭുപാദ് അഭയ് ബാബു ഇരുന്ന് കരയുന്നത് കാണും. അപ്പൊ എന്താ കരയുന്നതെന്ന് ഇദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ രൂപഗോസ്വാമി എനിക്ക് അനുഗ്രഹം തരൂ, എനിക്ക് ശക്തി തരൂ, എങ്കിൽ മാത്രമേ എനിക്ക് ഇത് പ്രചരിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല എന്ന് ഡെയിലി പ്രഭുപാദിന്റെ മെഡിറ്റേഷൻ ആയിരുന്നു. പ്രഭുപാദ് കരയുമായിരുന്നു. അപ്പോൾ ഈ അതേ പ്രഭുപാദ് ഫോറിനിൽ പോയി ഈ പ്രചരണം ചെയ്ത് കുറച്ചായിട്ട് നാമപ്രചരണം ചെയ്ത് അവിടെ നിന്ന് ശിഷ്യന്മാരെ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ ഈ ഗോസ്വാമി, ഈ രാധാ ദാമോദർ ടെമ്പിളിൽ ഇരുന്ന അതേ ഗോസ്വാമി എന്ത് വെച്ചാല് അന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കുകയാണ്. ഈ ഫോറിനേഴ്സ് ഭയങ്കര ഹൈറ്റാണ്, ഇവിടെ ഇത്രയും ഉണ്ടാകും. ഇങ്ങനെ അദ്ദേഹം വയസ്സായി ഇങ്ങനെ കുറിയിരിക്കുകയാണ്. അത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പൊക്കമുള്ള ആള്, കയ്യിൽ നാമജപം, കഴുത്തിൽ കണ്ടിമാല, ധോത്തി കെട്ടിയിരിക്കുന്നത്, അതായത് കാവ്യം എടുത്തിരിക്കുന്ന തേജസ്സായിട്ട് എന്താണ് സൂര്യനെ പോലെ നിൽക്കുന്നത്. ഇങ്ങനെ നോക്കി അതിശയിച്ചിട്ട് നീ ആരാണ് നിങ്ങളുടെ ഗുരു എന്ന് ചോദിക്കും. അപ്പൊ ഈ വ്യക്തിക്ക് മനസ്സിലായി ഗുരു എന്ന് ചോദിച്ചതുകൊണ്ട് ഗുരുവിനെ ചോദിക്കാമെന്ന് മനസ്സിലായിട്ട് അവരുടെ ജപ ബാഗിനകത്ത് പ്രഭുപാദിന്റെ പിക്ചർ വെച്ചിരിക്കുന്ന ഒരെണ്ണമുണ്ട്. അതിനടുത്ത് ഇങ്ങനെ കാണും. അഭയ് ബാബു ആണോ, അഭയ് ബാബു പറഞ്ഞതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു. അതായത് അഭയ് ബാബു എന്ത് പറഞ്ഞിരുന്നു? ഈ നാമം ലോകത്തിൽ എത്തിക്കും എന്ന് പറഞ്ഞു. അതേപോലെ പറഞ്ഞതുപോലെ അഭയ് ബാബു ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അതാണ് ഭക്തി വേദാന്ത സ്വാമി എന്ന് പറയുന്നത്. അപ്പോ പ്രാക്ടിക്കലി ഇനി ഈ യമനിയമങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം വ്യക്തിപരമായിട്ട് പ്രഭുപാദ് പ്രാക്ടിക്കലി ആ ഫിലോസഫി ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ആ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പണ്ട് ദീക്ഷ എടുക്കണമെങ്കിൽ 64 മാല ജപിക്കണം. അതായത് ഒരു ദിവസം 8 മണിക്കൂർ നാമജപം മാത്രം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക ഗുരുവിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ അവർക്ക് ഇതൊന്നും പരിചയമില്ല. അവരെടുത്ത് പോയി പ്രഭുപാദ് പറഞ്ഞു നിങ്ങളൊക്കെ ദീക്ഷ എടുക്കണം, ഞാൻ നിങ്ങളെ ശിഷ്യനായിട്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എത്ര മണിക്കൂർ ജപിക്കണം? 8 മണി. പ്രഭുപാദ് അത് നടക്കുകയില്ല, ഞങ്ങളുടെ ലൈഫിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് ചിരിച്ചിട്ട് പറഞ്ഞു അത് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ 32 റൗണ്ട് ജപിച്ചാൽ മതി. ആദ്യമായിട്ട് ദീക്ഷയ്ക്ക് അതിന് നേരെ ഹാഫായിട്ട് പ്രഭുപാദാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ 32 മാല ജപിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവർ പറയും 32 മാല പറ്റില്ല പ്രഭുപാദ്, ഞങ്ങൾക്കൊന്നും അത്രയും സമയമില്ല, 4 മണിക്കൂറൊക്കെ നമുക്ക് അതിനെ മാറ്റി വെക്കാൻ പറ്റും. ഇന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ അടുത്ത് 4 മണിക്കൂർ ജപിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സാധിക്കും? അത് പറ്റില്ല എന്ന് പറയും. ഉടനെ പ്രഭുപാദ് പറയും ശരി നിങ്ങൾ 25 റൗണ്ട്സ് ജപിക്കുന്നു പറയും. അപ്പോൾ അവർ പറയും 25 പറ്റില്ല പ്രഭുപാദ് എന്ന് പറയും. അപ്പോൾ പ്രഭുപാദ് കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരുന്ന് പറഞ്ഞു ഓക്കെ 16 റൗണ്ട്സ് ജപിക്കുന്നു പറയും. അപ്പോൾ 2 മണിക്കൂർ ജപിച്ചാൽ 16. ഇതൊക്കെ ഒരു കണക്കാണ്. അതായത് 64, 32, പിന്നെ 25 ജപിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക 16 ജപിക്കാം. 16 കഴിഞ്ഞാൽ 8 ആകണം. അപ്പൊ 16 മാല ജപിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവര് ഉടനെ പറയും പ്രഭുപാദ് അതും ഞങ്ങൾക്ക് പറ്റില്ല പ്രഭുപാദ്. അപ്പൊ പ്രഭുപാദ് പറയും എനിക്ക് നിങ്ങൾക്ക് ദീക്ഷ തരാനും പറ്റില്ല എന്ന് പ്രഭുപാദ് ഉറപ്പിച്ചു പറയും. എനിക്ക് നിങ്ങളെ ശിഷ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ദീക്ഷ തരാൻ പറ്റില്ല. അപ്പൊ അവരെല്ലാവരും ഒരു സെക്കൻഡ് ആലോചിച്ചു പോകും, ഇല്ല പ്രഭുപാദ്, ഞങ്ങൾ പ്രഭുപാദ് പറയുന്നത് പോലെ 16 മാല ജപിക്കാം. പക്ഷെ ഈ 16 മാല ജപിച്ചു, പ്രഭുപാദ് എല്ലാവർക്കും ദീക്ഷ കൊടുത്തു. ആ സമയത്തിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സ്വാമിമാരും എല്ലാം പ്രഭുപാദിനെ കുറ്റം പറഞ്ഞു. ഗൗഡിയ വൈഷ്ണവാസ് എല്ലാം പറഞ്ഞു
ഇത് എങ്ങനെയാണ് സിസ്റ്റം തെറ്റിക്കും, ഇദ്ദേഹം ആരാണ് തെറ്റിക്കാനായിട്ട്? 16 മാല എങ്ങനെ 64 മാല ജപിക്കേണ്ടിടത്ത് 16 മാല എങ്ങനെ ജപിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ആശ്രമത്തിലുള്ള സന്യാസി മുതൽ എല്ലാ വ്യക്തികളും ഇന്ന് 16 മാലയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാവരും നിർത്തി. അവരും ഇന്ന് ദീക്ഷാത്ര മാല 16 മാല ജപിക്കുന്നവർക്ക് കൊടുത്തു. അപ്പൊ ഇതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇതാണ് ഭഗവാന്റെ ഭക്തന്മാർക്കുള്ള ക്വാളിറ്റി. അവര് പറയുന്ന വാക്കും ഭഗവാൻ പറയുന്ന വാക്കും ഒന്നാണ്. ആചാര്യാസ് എന്ന് പറഞ്ഞാൽ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ അവർക്ക് ആ ശാസ്ത്രത്തിനെ സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ചെയ്യാം എന്ന് ശാസ്ത്രത്തിലുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ കാലത്തിൽ മാറ്റാൻ പറ്റുമോ പറ്റില്ലേ എന്ന് ആരാ തീരുമാനിക്കുന്നത്? ആചാര്യനാണ് തീരുമാനിക്കുന്നത്. അത് പ്രഭുപാദ് കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ അവർക്ക് ഇന്റലിജന്റ് ആയിട്ടും അവരുടെ വ്യക്തിപരമായിട്ടും അവർക്ക് ഓരോ കാര്യങ്ങളും പ്രഭുപാദ് പഠിപ്പിച്ചു. അടുത്തതായി ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ വികസനത്തിനും പുരോഗമനത്തിനും ശ്രീലപ്രഭുപാദർ വ്യക്തിപരമായി മേൽനോട്ടം വഹിച്ചു. പ്രസ്ഥാനത്തിന്റെ തുടർന്നുള്ള വികസനത്തിന് അടിസ്ഥാനമായി മാറിയ പരിപാടികൾ അദ്ദേഹം സ്വയം നടപ്പിലാക്കി. ഗ്രന്ഥങ്ങളുടെ രചനയും വിതരണവും, ഹരിനാമകീർത്തന സംഘങ്ങൾ, ക്ഷേത്രങ്ങൾ, ഗുരുകുലങ്ങൾ, ആശ്രമങ്ങൾ, കൃഷിസ്ഥലങ്ങൾ എന്നിവയുടെ സ്ഥാപനം, പണ്ഡിതന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കുമിടയിലുള്ള പ്രചരണം എന്നിവ ഇവയിൽ ചിലതു മാത്രം. കൃഷ്ണാവബോധത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. വിഗ്രഹപൂജ ചെയ്യേണ്ട വിധം, ആത്മീയ സാധന ആചരിക്കേണ്ട വിധം, ഹരിനാമ പ്രചരണം, നൈവേദ്യം തയ്യാറാക്കേണ്ട വിധം എന്നിങ്ങനെ ഇപ്രകാരം അക്ഷരാർത്ഥത്തിൽ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ ഏക സ്ഥാപക ആചാര്യനാണ് ശ്രീലപ്രഭുപാദർ. നാം ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ അനുവർത്തിച്ചു പോരുന്നതായ എന്തെല്ലാം മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടോ അതെല്ലാം തന്നെ ശ്രീലപ്രഭുപാദർ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പ്രധാന ശിക്ഷാഗുരുവും ആചാര്യനുമായി ശ്രീലപ്രഭുപാദർ എന്നെന്നും നിലനിൽക്കും. വൈദിക ശാസ്ത്രങ്ങളും ആചാര സമ്പ്രദായങ്ങളും കൃഷ്ണാവബോധത്തിലേക്കായി നിരവധി മാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി ശ്രീലപ്രഭുപാദരുടെ അനുയായികൾ അദ്ദേഹം തുറന്നുകാട്ടിയ മാർഗത്തിലൂടെയാണ് കൃഷ്ണാവബോധം പരിശീലിക്കുന്നത്. കാരണം ശ്രീലപ്രഭുപാദർ തന്റെ ഗുരുവിന്റെയും മുൻ ആചാര്യന്മാരുടെയും വിശ്വസ്തനായ അനുയായി എന്ന നിലയിൽ ആധുനിക യുഗത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് കൃഷ്ണാവബോധം സമ്മാനിച്ചിരിക്കുന്നതെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഭക്തിയുത സേവനത്തിൽ ഗൗരവമേറിയ ഭക്തന്മാർ നിരുപാധികം പാലിച്ചിരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ശ്രീലപ്രഭുപാദർ നൽകുന്നുണ്ട്. ഉദാഹരണമായി മന്ത്രദീക്ഷ വാങ്ങിയ ഭക്തന്മാർ പ്രഭാതത്തിൽ 4 മണിക്ക് ഉണരണമെന്നും മംഗളാരതി ദർശിക്കണമെന്നും നിത്യേന 16 മാല 16x108 ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണമെന്നും 4 യമനിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ശ്രീലപ്രഭുപാദർ വ്യക്തമായി നിർവഹിച്ച ഈ നിലവാരങ്ങളാണ് ഇസ്കോണിൽ അനുവർത്തിച്ചു വരുന്നത്. ശരിയായ നിലയിൽ വർത്തിക്കുന്ന ശ്രീലപ്രഭുപാദരുടെ ഒരു അനുയായി അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങളും വിശ്വാസപൂർവ്വം അതേപടി അനുസരിക്കുന്നവനായിരിക്കും. ഇത്തരം ഒരു അനുയായി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തുവാനോ വ്യാഖ്യാനങ്ങൾ നൽകുവാനോ ശ്രമിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ മാത്രമല്ല, വരുന്ന 10,000 വർഷങ്ങളിലെ മാനവ ജനതയെ ആത്മീയവൽക്കരിക്കാൻ പൂർണ്ണമായും ഉതകുന്ന മാർഗമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന് അവർക്കറിയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോ പ്രഭുപാദ് എല്ലാ കാര്യവും, അതുകൊണ്ടാണ് പ്രഭുപാദിനെ ആചാര്യ എന്ന് പറയുന്നത്. ആചരിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യവും നിങ്ങളെല്ലാവരും ചെയ്യും. അതായത് പല ഭാഗവത സപ്താഹം നടത്തുന്ന ആൾക്കാരും ഭയങ്കരമായിട്ട് സംസാരിക്കും. നാമം ജപിക്കണം, കലിയുഗത്തിൽ നാമമാണ് വലുതെന്ന് പറയും. ഇവരാരും നാമം ജപിക്കില്ല. ഡെയിലി ആരും 1 മണിക്കൂർ പോലും ഇരുന്ന് നാമം ജപിക്കില്ല. ആ ഗായത്രി മന്ത്രം ജപിക്കണം എന്ന് പറഞ്ഞു, ഇവർ ഒരു ഗായത്രി മന്ത്രം ജപിക്കത്തില്ല. അപ്പോൾ യമനിയമങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും, പക്ഷെ ഇവരാരും ഫോളോ ചെയ്യത്തില്ല. പക്ഷെ പ്രഭുപാദ് അങ്ങനെയല്ല, അത് ആചരിച്ച് കാണിച്ചു. അതെങ്ങനെ? അത് മാത്രമല്ല, പ്രഭുപാദ് എന്താ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഭുപാദ് ഓരോ കാര്യം, ഈവൻ അവർക്ക് വെജിറ്റേറിയൻ കുക്ക് ചെയ്യാൻ അറിയില്ല, പ്രഭുപാദ് പേഴ്സണലി അവർക്ക് പഠിപ്പിച്ചു. എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് പഠിച്ചു. ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, ഡാൾ കറി വയ്ക്കാൻ പഠിപ്പിച്ചു, ചോറ് വയ്ക്കാൻ പഠിപ്പിച്ചു, കറി വയ്ക്കാൻ, ഇതെല്ലാം പ്രഭുപാദ് പേഴ്സണലി പഠിപ്പിച്ചു. ധോത്തി കെട്ടാൻ അറിയില്ല, സാരി കെട്ടാൻ അറിയില്ല, പ്രഭുപാദ് അത് പഠിപ്പിച്ചു.
പിന്നെ ഇവർക്ക് ഹാർമോണിയം വായിക്കാൻ അറിയില്ല, എന്താ പറയുക, തബല വായിക്കാൻ അറിയില്ല, മൃദംഗ വായിക്കാൻ അറിയില്ല. ഇതെല്ലാം പ്രഭുപാദ് ഇന്ത്യയിൽ നിന്ന് വരുത്തി അവർക്ക് പേഴ്സണലി പഠിപ്പിച്ചു, നാമം ജപിപ്പിക്കാൻ പഠിപ്പിച്ചു, ഓരോ കാര്യം, ക്ലീനിങ് നേരെ ചെയ്യാൻ അറിയില്ല, അവർക്ക് അത് പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു വൈഷ്ണവൻ എങ്ങനെ ഒരു വിഷ്ണു ഭക്തൻ ഉണ്ടാകണമോ അത് അതേപടി പ്രഭുപാദ് പഠിപ്പിച്ചു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, അവിടെ ഒരു മാലിനി മാതാജി എന്ന് പറഞ്ഞ ഒരു മാതാജി പ്രഭുപാദിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ മാതാജിക്കും പ്രഭുപാദിനെ അച്ഛനെ പോലെയാണ്. അത് പ്രഭുപാദ് എന്ത് പറഞ്ഞാലും അവർ ചെയ്യും. അങ്ങനെ ഒരു മാതാജിയാണ്. പക്ഷെ എന്നും ഡെയിലി അവർ ഓരോ കാര്യം ചെയ്യുമ്പോൾ പ്രഭുപാദ് എന്തെങ്കിലും കുറ്റം കണ്ടു. ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വന്നാൽ പറയും പ്രഭുപാദ് ഇത് വെന്തില്ല എന്ന് പറയും, ഈ സൈഡ് വെന്തിട്ടില്ല എന്ന് പറയും. അത് ചെയ്താൽ പറയും അത് എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം ഇവരെന്തെങ്കിലും ചെയ്യും, ഇന്ന് എന്തായാലും എന്ന് ഞാൻ ചീത്ത പറയും, ഞാൻ പ്രഭുപാദിന് ശിഷ്യയായിട്ടാകാനുള്ള ഒരു ക്വാളിറ്റിയും എനിക്കില്ല, ഞാൻ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോകുന്നു. അങ്ങനെ ക്വാളിഫൈഡ് അല്ലാത്ത ഒരു വ്യക്തി ഞാൻ എന്തിനാ പ്രഭുപാദിന്റെ കൂടെ ഇരിക്കുന്നു എന്ന് അവർക്ക് മാനസികമായിട്ടൊരു വിഷമം. പക്ഷെ എന്നിട്ട് അവരെന്തെങ്കിലും വെച്ചാൽ അന്ന് ഫുള്ള് ക്ലീൻ ചെയ്തു, എല്ലാം ഇന്ന് എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തിട്ട് പ്രഭുപാദ് നേരെ വന്ന് ആ ഇരിക്കുന്ന മാറ്റില്, ആ ആസനത്തിൽ വന്നിരുന്നു. ഇരുന്നിട്ട് പ്രഭുപാദ് അവിടെ നോക്കിയതും ഈ ടേബിൾ എല്ലാം ക്ലീൻ ആയിരിക്കണം, നീറ്റ് അടുക്കി വെച്ചിരിക്കുകയാണ്. പ്രഭുപാദ് നേരെ വിരലെടുത്ത് ടേബിളിന്റെ അടിയിൽ ഇങ്ങനെ എടുത്തു. അടിയിലെടുത്തപ്പോൾ ഈ ടേബിളിന്റെ അടിയിൽ തുടച്ചില്ല, മേലെ എല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്, അടിയിൽ തുടച്ചില്ല ഇവര്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞ്, ഇതാണ് നിങ്ങളുടെ ഇത്, നിങ്ങളെല്ലാം പുറമെ മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ, അകത്ത് ക്ലീൻ ചെയ്യുന്നില്ല, ഇതിന്റെ അടിയിൽ കണ്ട എന്തുമാത്രം അടുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരണോ എന്നൊക്കെ ചോദിക്കും. ആ മാതാജി കേട്ടത് കരഞ്ഞിട്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടം. പ്രഭുപാദിന്റെ ഫ്രണ്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പോയി കിച്ചണിൽ പോയി ഇന്ന് കരയും. കരഞ്ഞപ്പോൾ ആ ടെമ്പിൾ പ്രസിഡന്റ് വന്നിട്ട് ചോദിക്കും, എന്തിനാ കരയണമെന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞാൻ എന്ത് ചെയ്താലും പ്രഭുപാദ് കുറ്റം പറയുന്നു, കുറ്റം പറയുന്ന എല്ലാ പക്ഷെ ഞാനും മിസ്റ്റേക്ക് ആയിട്ട് ചെയ്യുന്നു, ഇന്ന് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു, എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ ഞാൻ തുടച്ചില്ല, എന്റെ മിസ്റ്റേക്കാണ്, പ്രഭുപാദിന്റെ അല്ല. പക്ഷെ പ്രഭുപാദ് അത് കാണുന്നുണ്ട്, പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പൊ ആ പ്രസിഡന്റ് പറയും, അല്ല പ്രഭുപാദ് നമ്മളെ കറക്റ്റ് ചെയ്യാണ്, നമ്മൾ ഇത്രയും വളരെ ഒരു ഡിവോട്ടി ആണെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉണ്ടാകണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ആ പ്രസിഡന്റ് പറയും. അപ്പൊ അവർ കരഞ്ഞിട്ട് സമാധാനം. എന്നിട്ട് പ്രഭുപാദ് എന്ന് വെച്ചാല് മാലിനിയെ വിളിക്കൂ എന്ന് പറയും. അപ്പോൾ മാലിനി അങ്ങോട്ട് വരും. വന്നപ്പോ അതേ സമയത്ത് 2-3 ഗസ്റ്റുകളൊക്കെ വന്നിരിക്കുകയാണ് പ്രഭുപാദിനെ കാണാൻ. പ്രഭുപാദ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പ്രഭുപാദ് പറയും അവിടെ നിന്ന് അത് എടുക്കുമെന്ന് പറയും. അപ്പൊ അവരങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ട് അവർക്ക് ഇങ്ങനെ കരഞ്ഞിട്ട് കരഞ്ഞില്ല എന്നുള്ള കണക്കിന് ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങ് വെച്ചിട്ടിരിക്കുമ്പോൾ ആ ഗസ്റ്റിന്റെ അടുത്ത് പറയും, ഈ മാലിനി ഇത് എൻ്റെ ഡിസൈപ്പിളാണ്, എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ വേണമെങ്കിൽ അവൾ വിടുമെന്ന് പറയും. അത് കേട്ടതും ആ മാതിരി അവിടെ നിന്ന് കരഞ്ഞിട്ട് പിന്നെയും ഒരു ഓട്ടം ഓടുന്നു. കാരണം അവർ പ്രതീക്ഷിച്ചില്ല പ്രഭുപാദ് അത്രയും സ്നേഹം വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. എനിക്ക് വേണ്ടി സ്വന്തം കഴുത്ത് വേണമെങ്കിലും അവൾ ഇറക്കും എന്ന് പറയും പ്രഭുപാദ് അവരുടെ ഫ്രണ്ടിൽ. അത്രയ്ക്ക് അവർക്ക് എൻ്റെ അടുത്ത് ഭക്തിയാണ് എന്ന് വന്ന ഗസ്റ്റിന്റെ അടുത്ത്, ഇവരെല്ലാം പഴയ പ്രഭുപാദിന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ്, അവരൊക്കെ വന്നപ്പോൾ അവരെടുത്ത് പ്രഭുപാദ് പറയും, എൻ്റെ ഡിസൈപ്പിൾ അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. ഇതാണ് പ്രഭുപാദിന്റെ ലക്ഷ്യം. ഒരാളെ പ്രഭുപാദ് പേഴ്സണലി ഓരോ കാര്യവും പ്രഭുപാദ് എല്ലാവർക്കും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് അതേപടി അതൊന്നും മാറ്റാതെ, ഇന്ന് ഇസ്കോണിൽ അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരാൾ ഒരു ബുക്ക് എഴുതുക, ഒരുപാട് സന്യാസി ഇവരെല്ലാം PhD എടുത്തവരുണ്ട്, പല തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇവർക്കൊക്കെ 100 ബുക്ക് എഴുതാനുള്ള കഴിവുകളുണ്ട്, പക്ഷെ ആരും എഴുതിയിട്ടില്ല. അവരെല്ലാം പ്രഭുപാദിന്റെ ബുക്സ് അത് മതി. അതാ കാരണം ഇതിവിടെ പറഞ്ഞിട്ടുണ്ട് 10,000 ഇയേഴ്സിന് ഈ ബുക്സ് വാലിഡ് ആണെന്ന് പറഞ്ഞു. ആ 10,000 അപ്പൊ ഇനി ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, ആ പ്രഭുപാദ് പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അവരൊക്കെ ഗുരുക്കളായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രഭുപാദ് പറയുന്ന ഓരോ കാര്യവും അവർ എക്സാമ്പിൾ ആയിട്ട് തന്നെ കാണിച്ചു. ഇനി ഈ മോഡേൺ വേൾഡില് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ രീതിയിൽ എക്സ്പ്ലനേഷൻ, സയന്റിഫിക് ആയിട്ട് വേണമെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് കമ്പയർ ചെയ്തു, ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നതും ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് കമ്പയർ ചെയ്ത് ഇതാണ് സത്യം എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് ശ്രീമദ് ഭാഗവതത്തിലും ചൈതന്യ ചരിതാമൃതത്തിലും ഭഗവത്ഗീതയിലും എല്ലാം കമന്ററി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആർക്കും മനസ്സിലാകും. പിന്നെ ചൈതന്യ പ്രഭുപാദ് എന്താ വെച്ചാല് ഒരു ദിവസം എങ്ങനെ പോകണം എന്നുള്ള കാര്യം സിസ്റ്റമാറ്റിക് ആക്കി വൈഷ്ണവ രീതിയിൽ അത് പറഞ്ഞു. 4 മണിക്ക് എണീക്കണം, മംഗളാരതി അറ്റൻഡ് ചെയ്യണം, 16 മാല ജപിക്കണം, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം, യമനിയമങ്ങൾ, നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇല്ലിസിറ്റ് സെക്സ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടാക്സിക്കേഷൻ. ഈ 4 കാര്യങ്ങൾ പാടില്ല എന്നുള്ള കാര്യം, ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്നുള്ള കാര്യമെല്ലാം
ചിട്ടയായിട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ആധ്യാത്മിക പുരോഗതി ഉണ്ടാക്കും എന്ന് പ്രഭുപാദ് പഠിപ്പിച്ചു. അങ്ങനെ ഒട്ടനവധി ആൾക്കാർ, ആരൊക്കെ, ഗൃഹസ്ഥന്മാരും സന്യാസിമാരും, ചെറിയ ചെറിയ, നമ്മളൊന്നും ഒന്നുമല്ല, നമുക്ക് എല്ലാം അറിയാം, നമുക്ക് എല്ലാ സാഹചര്യവും ഉണ്ട്, അവർക്ക് ഒരു സാഹചര്യവും ഇല്ല, അങ്ങനത്തെ കുടുംബത്തിലിരുന്നും അങ്ങനത്തെ ആൾക്കാരും എല്ലാം പ്രഭുപാദ് പറയുന്ന ആണും പെണ്ണും എല്ലാവരും കേട്ടിട്ട് അവർ ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്ത് അവർ എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നു. അവര് അങ്ങനെ മാതാജിമാരും അതുപോലെയായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല, ഒരു വൈഫ് ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ നടക്കണം എന്നുള്ള കാര്യം കാണാൻ പറ്റില്ല. പക്ഷെ ആ കൺട്രീസില് വിട്ടിട്ട് അപ്പൊ പോയി വേറെ വേറെ കെട്ടുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ ഇപ്പോഴും ആരുടെ കൂടെ താമസിക്കുന്നത്? അതേ ആൾക്കാരുടെ കൂടെ താമസിക്കുന്നുണ്ട്, അവർ ജീവിക്കുന്നുണ്ട്. അങ്ങനെ പ്രഭുപാദ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നു. ഈ കൃഷ്ണാവബോധം എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്ന് പ്രഭുപാദ് പ്രൂവ് ചെയ്തു. ഇനി പ്രഭുപാദ് എന്താണ്, ഒരു ശാസ്ത്രവും മാറ്റി എഴുതിയിട്ടില്ല പ്രഭുപാദ്. ആചാര്യസ് എന്ത് പറഞ്ഞോ അത് അതേപടി, അതായത് എസൻസ് അങ്ങനെ തന്നെ ഉണ്ടായി, അവർക്ക് പറയേണ്ട എക്സാമ്പിളിൽ മാത്രം ഈ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രഭുപാദിന്റെ ഈ ശാസ്ത്രം 10,000 വർഷം പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇത് ഈ പ്രഭുപാദിന്റെ ഗ്രന്ഥം വിട്ട് ആവശ്യത്തിന് അധികമായിട്ടുള്ള ഗ്രന്ഥം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അത്രയും വായിച്ചാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം കിട്ടും. കംപ്ലീറ്റ് നോളജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്താം, സംശയമേ വേണ്ട. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് പഠിക്കാം, ഇത് പഠിക്കാം, ആ സ്വാമിയുടെ ലെക്ചർ കേൾക്കാം, ഈ സ്വാമിയുടെ ലെക്ചർ കേൾക്കാം, അത് കൊള്ളാം, കേൾക്കാൻ നല്ല രസമുണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് എക്സാമ്പിളാണ്, അത് ജീവിതത്തിൽ കാണിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത വായിച്ചിട്ട് ലോകം മുഴുവനും എല്ലാവരും ഭക്തന്മാരാകും. ആ വാക്കുകളാണ് ആ പ്രഭുപാദ് പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെയാ? പുസ്തക രൂപത്തിൽ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നത്. ആ ഫൗണ്ടർ ആചാര്യ, അദ്ദേഹത്തിന്റെ ദീക്ഷ എടുത്തിട്ടില്ലാത്തവർ പോലും പ്രഭുപാദിന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ഡെയിലി നമ്മൾ പ്രഭുപാദിനെ പ്രേ ചെയ്തുകൊണ്ട് ഈ ജ്ഞാനം എനിക്ക് മനസ്സിലാകണം, ഈ കൃഷ്ണാബോധം എനിക്ക് കിട്ടണം എന്ന് പ്രേയർ ഉണ്ടെങ്കിൽ അത് 100% ഉറപ്പാണെന്ന് നടക്കും. അത് നടന്നതാണ്. സോ ഇതാണ് പ്രഭുപാദിനെ കുറിച്ച് പറയാനുള്ളത്. ആ ഫൗണ്ടർ ആചാര്യക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അദ്ദേഹം പരം ശിക്ഷാഗുരുവാണ്, എല്ലാവരുടെയും ശിക്ഷാഗുരുവാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. സോ നമ്മളും എന്ത് ചെയ്യണം വെച്ചാൽ ഇത് പഠിക്കണം, ഇത് പ്രാക്ടീസ് ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇതാണ് യഥാർത്ഥ എന്താ പറയാ മാനുഷ്യ സേവ എന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാർക്ക് സേവനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ സേവനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജയ് ശ്രീല പ്രഭുപാദ് കി ജയ്. എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, നമുക്ക് നിർത്താം. അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. പതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ.